सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय ശ്രീകൃഷ്ണായ വയം നമ. ശ്രീമന്നാരായണീയം ദശകം 96. ത്വം ഹി ബ്രഹ്മൈവ സാക്ഷാൽ പരമൊരുമഹിമത് നക്ഷരാണാമകാരസ്ഥാരോ മന്ത്രേഷു രാജ്ഞാം മനുരസി മനുഷ്യത്വം ഭൃഗുർനാരദോപി പ്രഹ്ലാദോ ദാനവാനാം പശുഷു ച സുരഭി പക്ഷിണാം വൈനദേയോ നാഗാനാമസ്യ നന്ദ സുരസരിതപി ച സ്രോതസാം വിശ്വമൂർത്തേ ബ്രഹ്മണ്യാനാം ബലിസ്ത്വം ക്രതുഷു ജപയജ്ഞോऽसि വീരേഷു പാർത്ഥോ ഭക്താനാം ഉദ്ധവസ്ത്വം ബലമസി ബലിനാം ധാമ തേജസ്വിനാം ത്വം ആസ്ത്യന്തസ്ത്വദ്വിഭൂതേർവികസദതിശയം വസ്തു സർവം ത്വമേവ ത്വം ജീവസ്ത്വം പ്രധാനം യദിഹ ഭവദൃതേ തന്ന കിഞ്ചിത് പ്രപഞ്ചേ ധർമ്മം വർണ്ണാശ്രമാണാം ശ്രുതിപഥവിഹിതം തൽപരത്വേന ഭക്തിയാ കുർവന്തോന്തർവിരാഗേ വികസതി ശനകേ സന്ധിജന്തോ ലഭന്തെ സത്താസ്ഫൂർത്തിപ്രിയത്വാത്മകമഖിലപദാർത്ഥേഷു ഭിന്നേഷ്വഭിന്നം നിർമൂലം വിശ്വമൂലം പരമമഹമിതി തദ്വിബോധം വിശുദ്ധം ജ്ഞാനം കർമാവിഭക്തിസ്ത്രിതയമിഹ ഭവൽപ്രാപകം തത്ര താവന്നിർവിണ്ണാനാമശേഷേ വിഷയൈഹ ഭവേൽ ജ്ഞാനയോഗേധികാര സക്താനാം കർമ്മയോഗസ്ത്വൈഹി വിനിഹിതോ യേതു നാത്യന്തസക്താ നാപ്യത്യന്തം വിരക്താസ്ത്വയി ച ധൃതരസാ ഭക്തിയോഗോ ഹ്യമീഷാം ജ്ഞാനം തദ്ഭക്തതാം വാലഘു സുകൃതവശാന്മർത്യലോകേ ലഭന്തെ തസ്മാദത്രൈവ ജന്മ സ്പൃഹേതി ഭഗവൻ നാകഗോ നാരകോ വാ ആവിഷ്ടം മാം തു ദൈവാൻ ഭവജലനിധി ബോധായിതേ മർത്യദേഹേ ത്വം കൃത്വാ കർണധാരം ഗുരുമനുഗുണവാതായുധ താരയേഥാ അവ്യക്തം മാർഗയന്തസ്തുതിഭിരഭിനയേ കേവലജ്ഞാനലുബ്ധാ വിശ്യന്തേ ദീവസിദ്ധിം ബഹുധരജനുഷാമന്ദ യവാപ്നുവന്തി ദൂരസ്ഥഃ കർമ്മയോഗോപി ച പരമഫലേനന്വയം ഭക്തിയോഗസ്ത്വാമൂലാദേവ ഹൃദ്യസ്ത്വരിതമയി ഭവൽപ്രാപകോ വർദ്ധതാം മേ ജ്ഞാനായേവാദിയത്നം മുനിരപി അപവദതേ ബ്രഹ്മതത്വം തു ശൃണ്വൻ ഗാഢം ത്വൽപാദഭക്തിം ശരമണമൈതിയ തസ്യ മുക്തിഃ കരാഗ്രേ ത്വധ്യാനേഭിഃ തുല്യാ പുനരസുകരതാ ചിത്ത ചാഞ്ചല്യഹേതോരഭ്യാസാദാശു ശക്യം തദ്വിവശേതും ത്വൽകൃപാചാരുതാഭ്യാം നിർവിണ്ണകർമ്മമാർഗേ ഖലു വിഷമതമേ ത്വൽകഥാദോ ഗാഢം യാതസ്ത്വദ്ഭോപി കാമാനൈ ഭുവനപദേ നൈവ ശക്നോമി ഹാതും തദ്ഭൂയോ നിശ്ചയേന ത്വയി നിഹിതമനാ ദോഷബുദ്ധ്യാ ഭജംസ്താൻ തുഷ്ണീയാം ഭക്തിമേവ ത്വയി ഹൃദയ ഗതേ അംശു നങ്ഷ്യന്തി സംഗാ കശ്ചിൽ ക്ലേശാർജിതാർത്ഥക്ഷയവിമലമതിർ ഉദ്യമാനോ ജനൗഘേ പ്രാഗേവം പ്രാഹ വിപ്രോ ന ഖലു മമ ജന കാലകർമ്മഗ്രഹാ വാ ചേതോ മേ ദുഃഖഹേതുസ്തദിഹ ഗുണഗണം ഭാവയൽ സർവകാരീ ഇത്യുക്ത്വാ ശാന്തോ ഗതസ്ത്വാം മമ ച ഗുരു വിഭോ താദൃശീം ചിത്തശാന്തിം അയളപ്രാവുർവശീം പ്രത്യതിവിഷമനാ സേവമാനസ്ഥിരം താം ഗാഢം നിർവിദ്യ ഭൂയോ യുവതി സുഖമിതം ക്ഷുദ്രമേവേദി ഗായൻ തദ്ഭക്തിം പ്രാപ്യ പൂർണ്ണസുഖതരമചരൽ തദ്വദുദ്ധൂതസംഗം ഭക്തോത്തംസം ക്രിയാമാം പവനപുരപതേ ഹന്തമേ രുന്ധിരോഗാൻ. ഇതോടുകൂടി ഈ ദശകം അവസാനിക്കുന്നു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 96-ാം ദശകത്തിൽ ഭഗവത് വിഭൂതികളും ജ്ഞാന കർമ്മ ഭക്തി യോഗങ്ങളുമാണ് പറയുന്നത്. ധ്യാനയോഗത്തിനുള്ള യോഗ്യത നേടാൻ വേണ്ടി വിശ്വമൂർത്തിയായ ഭഗവാന്റെ സ്ഥൂലരൂപം ഉപാസിക്കേണ്ടതുണ്ട്. ഈ
ഉപാസനയ്ക്കുള്ള സൗകര്യം സമ്പാദിക്കാൻ വേണ്ടി ഭഗവാന്റെ വിഭൂതികളെ വർണ്ണിക്കുന്നു. അനൽപ മാഹാത്മ്യശാലിയും വിശ്വരൂപനുമായ ഗുരുവായൂരപ്പ, നിന്തിരുവടി സാക്ഷാൽ പരബ്രഹ്മം തന്നെയാകുന്നുവല്ലോ. അവിടുന്ന് അക്ഷരങ്ങളിൽ വെച്ച് അകാരമാകുന്നു, മന്ത്രങ്ങളിൽ വെച്ച് ഓങ്കാരമാകുന്നു. അവിടുന്ന് രാജാക്കന്മാരിൽ വെച്ച് സ്വയംഭൂമനുവാകുന്നു, മഹർഷിമാരിൽ വെച്ച് ഭൃഗുവും നാരദനുമാണ്. മുനികളിൽ ബ്രഹ്മർഷികളും ദേവർഷികളും രണ്ടു വിധമുണ്ട്. ബ്രഹ്മർഷികളിൽ ഭൃഗുവും ദേവർഷികളിൽ നാരദനുമാണ്. പശുക്കളിൽ വെച്ച് കാമധേനുവാകുന്നു നിന്തിരുവടി. അവിടുന്ന് അസുരന്മാരിൽ വെച്ച് പ്രഹ്ലാദനും പക്ഷികളിൽ വെച്ച് ഗരുഡനുമാകുന്നു. അവിടുന്ന് നാഗങ്ങളിൽ വെച്ച് അനന്തനും നദികളിൽ വെച്ച് ഗംഗയുമാണ്. അവിടുന്ന് ബ്രാഹ്മണ ഭക്തന്മാരിൽ വെച്ച് മഹാബലിയും യജ്ഞങ്ങളിൽ വെച്ച് ജപയജ്ഞവുമാകുന്നു. അവിടുന്ന് വീരന്മാരിൽ വെച്ച് അർജുനനും ഭക്തന്മാരിൽ വെച്ച് ഉദ്ധവനുമാണ്. അവിടുന്ന് ബലവാന്മാരുടെ ബലവും തേജസ്വികളുടെ തേജസ്സുമാണ്. നിന്തിരുവടിയുടെ വിഭൂതിക്ക് അറ്റമില്ല. സ്പഷ്ടമായ ഉത്കർഷത്തോടു കൂടിയ വസ്തുവെല്ലാം അവിടുന്ന് തന്നെയാണ്. നിന്തിരുവടി പ്രകൃതിയും പുരുഷനുമാണ്. ഈ പ്രപഞ്ചത്തിൽ നിന്തിരുവടി അല്ലാതെ യാതൊരു വസ്തുവുമില്ല. ഗന്ധർവന്മാരിൽ വിശ്വാവസുവും അപ്സരസുകളിൽ പൂർവചിത്തിയും അവിടുന്നാകുന്നു. ഭൂമിയിലിരിക്കുന്ന ഗന്ധം അവിടുന്നാകുന്നു. യുഗങ്ങളിൽ കൃതയുഗവും സുഖദുഃഖാദികളെ സഹിക്കുന്ന ധീരന്മാരിൽ അസിതനും ദേവലനും അങ്ങാകുന്നു. വേദത്തെ വിഭാഗിച്ചവരിൽ വ്യാസമഹർഷിയും സൂക്ഷ്മ ബുദ്ധിമാനായ ശുക്രനും അവിടുന്നാകുന്നു. ഋതുക്കളിൽ വെച്ച് വസന്ത ഋതുവും മാസങ്ങളിൽ വെച്ച് ധനുമാസവും നക്ഷത്രങ്ങളിൽ വെച്ച് അഭിജിത് നക്ഷത്രവും അങ്ങാകുന്നു. ഭഗവാന്മാരിൽ വെച്ച് വാസുദേവനും കിംപുരുഷന്മാരിൽ ഹനുമാനും വിദ്യാധരന്മാരിൽ സുദർശനനും അവിടുന്നാകുന്നു. രത്നങ്ങളിൽ വെച്ച് പത്മരാഗമെന്ന രത്നവും സൗന്ദര്യമുള്ള വസ്തുക്കളിൽ താമരമൊട്ടും പുല്ലുകളിൽ ദർഭയും ഹവിസുകളിൽ പശുവിൻ നെയ്യും അങ്ങാകുന്നു. ക്ഷമയുള്ളവരുടെ ക്ഷമയും ബലവാന്മാരുടെ ബലവും അങ്ങാകുന്നു. ജലത്തിലുള്ള പരമരസവും ആകാശത്തിലുള്ള ശബ്ദവും അങ്ങാകുന്നു. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഇന്ദ്രിയമായിരിക്കുന്നവൻ നിന്തിരുവടിയാകുന്നു. ജീവൻ, ഈശ്വരൻ, ഗുണി, ഗണം, ജഡം, ചേതനം എന്നീ ഭേദങ്ങളിൽ കാണപ്പെടുന്ന എല്ലാ ഭാവങ്ങളും അങ്ങാകുന്നു. ഭഗവാനെ കൂടാതെ ഒരു ഭാവവുമില്ല. ബ്രാഹ്മണാദി വർണ്ണങ്ങൾക്കും ബ്രഹ്മചര്യാദി ആശ്രമങ്ങൾക്കും വേദത്താൽ വിധിക്കപ്പെട്ട ധർമ്മത്തെ ഭക്തിയോടെ നിന്തിരുവടിയിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നവർ മനസ്സിൽ വൈരാഗ്യം വർദ്ധിക്കുമ്പോൾ ആ ധർമ്മത്തെ ഉപേക്ഷിക്കുന്നവരാകുന്നു. അപ്പോൾ സത്ത്, ചിത്ത്, ആനന്ദം എന്ന സ്വരൂപത്തോടു കൂടിയതും വ്യത്യസ്തങ്ങളായ എല്ലാ പദാർത്ഥങ്ങളിലും ഏകമായിരിക്കുന്നതും ജഗത്തിന് കാരണമായതുമായ പരബ്രഹ്മം നിന്തിരുവടിയാകുന്നു എന്ന പരിശുദ്ധവും വിശിഷ്ടവുമായ ജ്ഞാനം ലഭിക്കുന്നു. വൈരാഗ്യം പരിപൂർണമാകുമ്പോൾ കർമ്മസന്യാസം ചെയ്ത് പരമഹംസാവസ്ഥ പ്രാപിക്കുന്നു. ജ്ഞാനയോഗവും കർമ്മയോഗവും ഭക്തിയോഗവും നിന്തിരുവടിയെ പ്രാപിക്കാനുള്ള ഉപായമാണ്. ഇതിൽ അഹികാമുഷ്മികളായ എല്ലാ വിഷയങ്ങളിലും വൈരാഗ്യം വന്നവർക്ക് ആകുന്നു ജ്ഞാനയോഗം ഉണ്ടാവുക. വിഷയാസക്തരാകട്ടെ നിന്തിരുവടിയെ വിഷയീകരിച്ച് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് കർമ്മയോഗമാകുന്നു. ആരാണോ വിഷയങ്ങളിൽ അത്യാസക്തി ഇല്ലാത്തവരും അത്യന്തം വൈരാഗ്യമില്ലാത്തവരും കഥാശ്രവണങ്ങളിൽ നിന്തിരുവടിയിൽ ശ്രദ്ധയുണ്ടായവരും ആയിരിക്കുന്നത്, അവർക്കായിരിക്കും ഭക്തിയോഗം ഉണ്ടാകുന്നത്. ആർക്കാണോ അവിടുത്തെ കഥാശ്രവണം, നാമസങ്കീർത്തനം, സ്മരണം, സേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നീ ലക്ഷണങ്ങളോടുകൂടിയ ഭജനത്തിൽ താല്പര്യം ജനിക്കുകയും വിഷയങ്ങളിൽ തീരെ ആസക്തിയില്ലാതെ ഇരിക്കുന്നുവോ അവന് ഭക്തിയോഗം സിദ്ധിപ്രദമാകുന്നു. എല്ലാ കാര്യത്തിനും ഭഗവാന്റെ ആനുകൂല്യം വേണം. മനുഷ്യവർഗത്തിൽ തത്വജ്ഞാനമോ നിന്തിരുവടിയിൽ ഭക്തിയോ പുണ്യനിമിത്തം അനായാസേന ലഭിക്കുന്നു. അതുകാരണം സ്വർഗത്തിൽ വസിക്കുന്നവനും നരകത്തിൽ വസിക്കുന്നവരും ഈ മനുഷ്യവർഗത്തിൽ തന്നെ ജനിക്കാൻ കൊതിക്കുന്നു. നിന്തിരുവടി അനുകൂലമായ കാറ്റുപോലെയായി തീർന്നിട്ട് എന്നെ ഈ സംസാര സമുദ്രത്തിൽ നിന്നും മറുകരയിൽ എത്തിക്കണമേ. യോഗത്രയത്തിൽ ഭക്തിയോഗം തന്നെയാണ് സുഗമം. ജ്ഞാനത്തെ മാത്രം കൊതിക്കുന്നവർ ഉപനിഷത്തുക്കളെ കൊണ്ടും ബ്രഹ്മമീമാംസ ശാസ്ത്രത്തിലെ യുക്തികളെ കൊണ്ടും പ്രത്യക്ഷമല്ലാത്ത ബ്രഹ്മത്തെ അന്വേഷിച്ചുകൊണ്ട് ഏറ്റവും ക്ലേശിക്കുന്നു. അനേകം ജന്മങ്ങളുടെ അവസാനത്തിൽ മാത്രമാണ് അവർക്ക് മുക്തി പ്രാപിക്കുന്നത്. കർമ്മയോഗവും മോക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അകലെയാണ്.
ഭക്തിയോഗമാകട്ടെ ആദ്യം മുതൽക്കു തന്നെ മനസ്സിന് ഇഷ്ടപ്പെടുന്നതും വളരെ വേഗത്തിൽ നിന്തിരുവടിയെ പ്രാപിക്കുന്നതുമാണല്ലോ. അല്ലയോ ഭഗവാനെ, ഈ ഭക്തിയോഗം എനിക്ക് വളർന്നു വരുമാറാകട്ടെ. വ്യാസഭഗവാൻ കേവല ജ്ഞാനത്തിനായി കൊണ്ടുള്ള തീവ്ര പ്രയത്നത്തെയാണ് നിഷേധിക്കുന്നത്. എന്നാൽ ഏതൊരുവൻ ഗുരുമുഖത്തു നിന്നും ബ്രഹ്മതത്വം ശ്രവിച്ചിട്ട് നിന്തിരുവടിയിലുള്ള ഭക്തിയെ ശരണം പ്രാപിക്കുന്നുവോ അവന് മുക്തി വന്നു ചേരും. ധ്യാനവും നിന്തിരുവടിയുടെ ദയ കൊണ്ടും സൗന്ദര്യം കൊണ്ടും സാധകന്റെ പരിശീലനം കൊണ്ടും വേഗത്തിൽ സ്വാധീനമാക്കാൻ സാധിക്കുന്നു. മോക്ഷകാരണമായ ഭക്തിയെ ഉപേക്ഷിച്ച് വെറും ജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടി ക്ലേശിക്കുന്നവർക്ക് പതിരു കുത്തുന്നവർക്ക് എന്ന പോലെ ക്ലേശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടുത്തെ അനുകമ്പയെ ആശ്രയിച്ചും സ്വകർമ്മഫലം അനുഭവിച്ചും മനസാവാച കർമ്മണ അവിടുത്തെ നമസ്കരിച്ചും കൊണ്ട് ജീവിക്കുന്നവർ മോക്ഷത്തിന് അവകാശിയാകുന്നു. ഭഗവാൻ ഹൃദയത്തിലിരുന്നരുളി എന്റെ ഹൃദയത്തിലുള്ള കാമവാസനകളെ നശിപ്പിച്ച് ഭക്തി വർദ്ധിപ്പിച്ചു തരണമേ. ആപത്തുകൾക്കെല്ലാം മൂലഭൂതനായ വാസനയെ നശിപ്പിക്കാൻ ഹൃദയസ്ഥിതനായ ഭഗവാന് മാത്രമേ ശക്തിയുള്ളൂ. കാമവാസന നശിക്കണം ഭക്തിക്ക് തികവ് സിദ്ധിക്കുവാൻ. കാഞ്ചനവും കാമിനിയുമാണ് മനസ്സിനെ ആകർഷിച്ച് ദുഃഖമാർഗങ്ങളിൽ സഞ്ചരിപ്പിക്കുന്നത്. ഇതിൽ നിന്നും വൈരാഗ്യം എനിക്ക് ഉണ്ടാക്കി തരണമേ. അവന്തി രാജ്യത്ത് അറുവിശുക്കനായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ക്ലേശിച്ച് സമ്പാദിച്ച ധനം മുഴുവൻ ഒന്നും ചിലവാക്കാതെ സ്വയം അനുഭവിക്കുകയോ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയോ ധർമ്മകാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യാതെ സൂക്ഷിച്ചു വെച്ചു. ഒടുവിൽ ബന്ധുക്കളും കള്ളന്മാരും ഭരണാധികാരികളും സ്വത്തെല്ലാം പിടിച്ചെടുത്തു. ദരിദ്രനായി തീർന്ന അദ്ദേഹത്തെ ഭാര്യാപുത്രാദികളും ബന്ധുക്കളും ഉപേക്ഷിച്ചു. നിർവേദത്താൽ ഭിക്ഷുവായി തീർന്ന് ആ ബ്രാഹ്മണൻ നാട്ടിലെല്ലാം തെണ്ടി നടന്നു. ഇരന്നു കിട്ടിയ ഭിക്ഷാന്നം കഴിക്കാൻ കൂടി സമ്മതിക്കാതെ നാട്ടുകാർ അദ്ദേഹത്തെ ഉപദ്രവിച്ചു. എന്നിട്ടും അദ്ദേഹം കുലുങ്ങാത്ത ഹൃദയത്തോടു കൂടി ഇപ്രകാരം പറഞ്ഞു: മറ്റുള്ളവരോ കാലമോ കർമ്മമോ സൂര്യാദി ഗ്രഹങ്ങളോ എനിക്ക് ദുഃഖത്തിന് കാരണമല്ല, മനസ്സാണ് എന്റെ ദുഃഖത്തിനു കാരണം. മനസ്സ് ആത്മാവിൽ കർത്തൃത്വം ഭോക്തൃത്വം മുതലായ ഗുണങ്ങളെ ആരോപിച്ചുകൊണ്ട് എല്ലാം ചെയ്യുന്നു. ഇപ്രകാരം പറഞ്ഞ് മനഃശാന്തി ഉള്ളവനായിട്ട് നിന്തിരുവടിയെ പ്രാപിച്ചു. സർവശക്തനായ ഗുരുവായൂരപ്പ, എനിക്കും അപ്രകാരമുള്ള മനഃശാന്തി ഉണ്ടാക്കി തരേണമേ. പണ്ട് പുരൂരവസ് എന്ന രാജാവ് ഉർവശിയെ കുറിച്ച് അത്യന്തം വ്യാകുലഹൃദനായി. പിന്നീട് ആ ഉർവശിയെ വളരെ കാലം സേവിച്ചു കൊണ്ടിരിക്കെ തികച്ചും വിരക്തി വന്നിട്ട് ഈ കാമിനി സമാഗമ സുഖം നിസ്സാരം തന്നെയാകുന്നു എന്ന് വീണ്ടും വീണ്ടും പാടി. കാമിനി വൈരാഗ്യവും നൽകി ചിത്തശാന്തിയും തദ്വാര ഭക്തി സമ്പത്തിയും കനിഞ്ഞരുളേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്തിരുവടിയിൽ ഭക്തി സമ്പാദിച്ച് പരിപൂർണനായിട്ട് പരമാനന്ദ നിമഗ്നനായി ജീവമുക്തനായി സഞ്ചരിച്ചു. ഗുരുവായൂരപ്പ, നിന്തിരുവടി എന്നെ അതുപോലെ വിഷയാസക്തി വെടിഞ്ഞവനും ഭക്തശിരോമണിയും ആക്കി തീർക്കേണമേ. കഷ്ടം, ഈ ഉന്നതാവസ്ഥ പ്രാപിക്കാൻ പ്രതിബന്ധമായിരിക്കുന്ന എന്റെ രോഗങ്ങളെ ഉന്മൂലനം ചെയ്യണമേ. ശ്രീ ഹരയേ നമ. എന്റെ വാക്കുകൾ ശ്രീ ഗുരുവായൂരപ്പന്റെ പാദാരവിന്ദത്തിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.